ചേച്ചി തുടങ്ങിയ എന്താ എഴുതണേ? ആ അതൊരു സംഭവം. ഇന്ന് ലഞ്ച് മെനു. ഹായ്, ഹലോ, നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇന്നത്തെ ലഞ്ച് മെനു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ്. നമ്മൾ ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിലേക്ക് പോയാൽ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് നമ്മൾ അറിയുന്നതും കണ്ടുവരുന്നതും ആൾക്കാർ കഴിക്കാൻ തുടങ്ങിയിട്ടും ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു താലി, ആയുർവേദിക് കഷായമല്ല, നെല്ലിക്കത്തളം. അപ്പോൾ ഒരു ആയുർവേദിക് ലഞ്ച് താലിയാണ് കാണാൻ പോകുന്നത്. വെജിറ്റേറിയൻ താലി ഓഫ് കോഴ്സ്. പക്ഷേ അതിൽ സവോളയില്ല. അങ്ങനെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ വരുന്ന മെനു ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അതായത് അടാട്ട് മട്ട അരി. അടാട്ട് മട്ട എന്ന് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ അടാട്ട് മട്ട അരിക്ക് ഭയങ്കര ഔഷധ ഗുണമുള്ള അരിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൽ ഫൈബർ കൂടുതലാണ്, തവിട് നീക്കിയിട്ടില്ല. അത് കഴിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ചവച്ച് അരച്ച് കഴിക്കണം. അത് എത്ര വേവിച്ചാലും വേവുമില്ല. അങ്ങനെ കിടക്കുന്ന ഒരു സംഭവം. നല്ല തവിടിൻ്റെ മണമാണ്. പിന്നെ അതിൻ്റെ കഞ്ഞിയുടെ വെള്ളം ഒരിക്കലും കളയരുത്. ആ ഊറ്റിക്കഴിഞ്ഞ് ഉടനെ ഉപ്പിട്ട് കുടിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ അടാട്ട് മട്ടയുടെ അരിയാണ് നമ്മൾ റൈസായിട്ട് സെർവ് ചെയ്യാൻ പോകുന്നത്. പിന്നുള്ളത് കാച്ചിയ മോര്. കാച്ചിയ മോര് നമ്മൾ എന്താ പറയുക, നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു മോര് കാച്ചൽ ഉണ്ടാവുക അതുപോലെ. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി, അതൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട്. ഒരു ബീട്രൂട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രോട്ടീൻ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്പിനാച്ച് പാലക്കിൻ്റെ ജസ്റ്റ് സോട്ടേ പോലെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്വീറ്റായിട്ട് നമുക്ക് വീറ്റ് പായസം, അതായത് ഗോതമ്പ് പ്രഥമൻ അങ്ങനെയൊന്നുമല്ല, ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള പായസമാണ്. പിന്നെ കരുവേപ്പില മോര് ദാഹശമനിക്കായിട്ടുള്ളതുണ്ട്. പിന്നെ നമ്മുടെ അടാട്ട് മട്ടയുടെ കഞ്ഞിവെള്ളം വിത്ത് സോൾട്ട്. ഓക്കെ, ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ അടാട്ട് മട്ടയുടെ കാര്യം വിടും. നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്, ഇല്ല എന്നല്ല. അച്ഛയൊക്കെ പറയണ്ടായിരുന്നു കിട്ടുന്നുണ്ട്, ബ്രാൻഡ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കിട്ടുകയാണെങ്കിൽ ഉത്തമം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു മട്ട അരി വെച്ചിട്ട് തന്നെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ആ കാണിക്കുന്ന മെത്തേഡ് പ്രകാരം ഒരു താലി മീൽസായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. എല്ലാ ദിവസത്തെ കാര്യമല്ല പറയണം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെജുവിനേഷൻ പ്രോസസ്സ് പോലെ നമുക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ കണ്ടത് അതായിട്ടും ഇതായിട്ടും ഒക്കെ നമ്മൾ കഴിക്കണ്ടല്ലേ. ദാഹിച്ചിട്ട് ഈയിടെയായിട്ട് തുടങ്ങിയിട്ടുള്ള ലോക്ക്ഡൗണിൻ്റെ സമയത്ത് മറ്റേ ആ പടിവാതിൽക്കൽ ചേട്ടൻ വന്ന് നിന്നല്ലോ, കൊറോണ ചേട്ടൻ. അത് വന്ന് നിന്നപ്പോൾ മുതൽ തുടങ്ങിയിട്ടുള്ളൊരു ശീലമാണ്. പക്ഷെ ട്രസ്റ്റ് മീ, ഇതിൻ്റെ എഫക്റ്റ് വളരെ നല്ലതാണ്. ഫ്ലാസ്കിൽ വെറും ചുടുവെള്ളമാക്കി കുടിക്കുക. അതും ഇളം ചൂടുവെള്ളമല്ല, കുറച്ച് ഇത്തിരി നല്ല ചൂടുവെള്ളം. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ബോഡിക്ക് തന്നെ നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു താലി മീൽസായിട്ട് കുടുംബത്തിന് കൊടുക്കാൻ നോക്കുക. കുറച്ച് മെനക്കേടുണ്ട്, എന്നാലോ സവാളയൊന്നും അരിഞ്ഞ് ബുദ്ധിമുട്ടണ്ട. കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അടാട്ട് മട്ട അരി, ഇത് നമുക്ക് കുതിർത്തിടണം, സോക്ക് ചെയ്യണം. കാച്ചിയ മോര് പെട്ടെന്നാവും. ഉരുളക്കിഴങ്ങ് ഉപ്പേരിക്ക് അത് മുറിക്കണം കാര്യങ്ങൾ. ബീട്രൂട്ട് ചപ്പാത്തിക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, പ്രോട്ടീൻ സാലഡിന് ബോയിൽ ചെയ്യാനുണ്ട്. സ്പിനാച്ച് സോട്ടെ ജസ്റ്റ് മുറിക്കാനുണ്ട്, കട്ട് ചെയ്യണം. വീറ്റ് പായസം വളരെ പെട്ടെന്നാവും. കരുവേപ്പില മോരിന് മിക്സിയിലിട്ട് അടിക്കണം. ഇത് വെന്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സംഭവം. കുറച്ച് പ്രിപ്പറേഷൻസ് മാത്രം. അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു താലി മീൽസ് നമുക്ക് റെഡിയാവും. വരൂ നമുക്ക് നോക്കാം ഒരു ആയുർവേദിക് താലി മീൽസ്. ആദ്യം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് 2 കാര്യം ചെയ്യാനുണ്ട്. ഒന്ന്, പ്രോട്ടീൻ സാലഡിന് നിലക്കടല കുതിർത്തിട്ടിരിക്കുകയാണ്, എന്നാലേ ഇത് വേവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്
കുതിർത്ത് വെക്കുക. ഇനി അടുത്തത് നമുക്ക് അടാട്ട് മട്ട അരിയെ കുറിച്ച് നോക്കാം. ഇതാണ് നമുക്ക് കിട്ടുന്ന അടാട്ട് മട്ട റൈസ് എന്ന് പറയുന്ന സംഭവം. ഇതിൽ എന്താണ് പറയുക, തവിട് നീക്കിയിട്ടില്ല. അതിൻ്റെ ഡിഫറൻസ് നല്ലപോലെ തന്നെ നിങ്ങൾക്ക് കാണാം. അരി ഇങ്ങനെയായിരിക്കും. പിന്നെ വേറൊരു സംഭവം ഉള്ളത് എന്താണെന്നറിയോ, നമ്മൾ ഈ ചില സമയത്ത് മട്ടയരിയൊക്കെ കഴുകണ സമയത്ത് മുകളിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. മുകളിൽ നിന്ന് ഇങ്ങനെ കളർ ഇളകി വരിക. ഇതിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പോൾ കുട്ടികൾക്ക് പ്ലെയിൻ റൈസാണ്, എനിക്കും കണ്ണേട്ടനും മാത്രമാണ് ഇതിൻ്റെ ചോറ്. അതും ഒരുപാടൊന്നുമല്ല കഴിക്കുന്നത്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് നിനക്കിഷ്ടമല്ല, സാരമില്ല, ഇത് ഹെൽത്ത് റീസൺ ആണ്. ഇനി ഇതിനെ നമുക്ക് ഒരു 15 മിനിറ്റ് നമുക്ക് കുതിർത്തിടാം. നോക്കൂ, ഇതാ ഇങ്ങനെ ആക്കണ സമയത്ത് നമുക്ക് ചില മട്ട അരിയില്ലേ, ചില മട്ട അരിയിൽ കളർ അങ്ങനെ ഇളകിയിട്ട് കയ്യിലൊക്കെ പിടിക്കും. ഇതിൽ ഇല്ലാട്ടുള്ളൂ. ഇത് നല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അവിടെ കിടക്കട്ടെ, 20 മിനിറ്റ് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഓരോ പ്രിപ്പറേഷൻസ് നമുക്ക് തുടങ്ങാം. ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ പോണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം മോര് കാച്ചിയതാണ് ഉണ്ടാക്കാൻ പോണത്. മോര് ആക്കുകയാണ്. ഓക്കെ, കടഞ്ഞ മോര്. ഇനി നമുക്ക് ഇപ്പുറത്ത് വരാം. ഇവിടെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു കുറച്ച് മതി. അപ്പോൾ കടുക്, ജീരകം, ഉലുവ, വറ്റൽമുളക്, കരുവേപ്പില. നീ ഇപ്പുറത്തേക്ക് പോ, വല്ല കഥന പൊടണ മേലെ നിൽക്കാതെ. ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞപ്പൊടി, വെട്ടിത്തളിക്കരുത്, ബിക്കോസ് വെട്ടിത്തളച്ചാൽ പിരിയും. ദാറ്റ്സ് ഓൾ, ഫിനിഷ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ്. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കടുക് അങ്ങനെ ഒന്നും തന്നെ വേണ്ട, ഡയറക്റ്റായിട്ട് തക്കാളി ഇട്ടോളൂ. ഉള്ളി ഉപയോഗിക്കുന്നില്ല. തക്കാളി ഒരു ബോഡി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ കുറച്ച്. സ്പൈസ് ലെവൽ വളരെ അധികം മെയിൻറ്റെയിൻ ചെയ്യണം. വയറും ബോഡിക്കും ഒരു റിലാക്സേഷൻ കൊടുക്കാനുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഓവർ പവറിങ് മസാലാസ് വേണ്ട. മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, വെള്ളം ഒഴിച്ച് നമ്മളിതിനെ വെക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി തുറന്നു കഴിയുന്ന സമയത്ത് ലൈറ്റ് ഗ്രേവിയോട് കൂടിയിട്ട് റെഡി ആയിരിക്കും. ഞാനതായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ബീട്രൂട്ട് ചപ്പാത്തിക്ക് ബീട്രൂട്ട് ചീവിയിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടി,
ഇതിലേക്ക് ഇടുക. പൊതുവെ ബീട്രൂട്ട് ചപ്പാത്തി പൊതുവെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബീട്രൂട്ടിനെ വേവിച്ച് അരച്ച് ഒക്കെയാണ് ചിലവർ ചെയ്യുക. ഞാൻ ഈ ഒരു ആയുർവേദിക് രീതി ആയതുകൊണ്ട് ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഫ്രഷ്. ലേശം മഞ്ഞൾപ്പൊടി മതി, എരിവിന് മുളക് പൊടി, ഒരു പൊടിക്ക് ഉപ്പ്. ഇനി ഈ ബീട്രൂട്ട് മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. സോഫ്റ്റായിട്ട് കുഴച്ച് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുത്തോളൂ. ടൈറ്റ് മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ബീട്രൂട്ട് പീസസൊക്കെ അതുപോലെ തന്നെ കണ്ടോട്ടെ, നോ പ്രോബ്ലം. നമുക്കിതിനെ കവർ ചെയ്ത് വയ്ക്കാം. ലാസ്റ്റ് ഉണ്ടാക്കാം. ഫൈൻ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഈ ലേണിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഗോതമ്പ് പായസം. ഇത് ടിക്ക് ചെയ്തോ, ഉരുളക്കിഴങ്ങ് പേര് ടിക്ക് ചെയ്തോ. മതി മതി. ഗോതമ്പ് പൊടി പായസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കപ്പ് ഗോതമ്പ് പൊടി, വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഓക്കെ, ഇതിലിപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ല, പക്ഷെ കുറച്ചും കൂടി വെള്ളമാക്കാം. ഇതിപ്പോൾ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ലേശം ഉപ്പ്, ബിക്കോസ് നമ്മളിത് ശർക്കരയിലാണ് ഉണ്ടാക്കാൻ പോണേ, അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ പതുക്കെ ഇതിൽ കൂടെ കലക്കാം. നമ്മുടെ കുട്ടികൾക്ക് കോറട കുറുക്ക് കൊടുക്കണ മാതിരി ഗോതമ്പ് കുറുക്ക് കൊടുക്കണ പോലെ ഇതാവും. പച്ചമണമൊക്കെ പോയി അത് വേവാൻ തുടങ്ങും. വേവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. വെറുതെ ശർക്കര വെള്ളത്തിൽ ഉരുക്കി വെച്ചിരിക്കുകയാണ് അപ്പുറത്ത്. ഇതൊന്ന് വെള്ളത്തിൽ ഒന്നും കൂടി വെള്ളമാക്കിയിട്ട് നമുക്ക് ഒലുമ്പാം. ഇതിൽ ചുക്ക്, ജീരകം എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഞാനിതൊന്നും ഇടുന്നില്ല, പ്ലെയിനാണ്. ഒരു ഏലക്ക മാത്രം ഇടുന്നുണ്ട്, ജസ്റ്റ് 1 ഏലക്ക. ഇനി ഇത് നന്നായിട്ട് കുറുകട്ടെ. ഇനി നമുക്ക് വറുത്തിടാൻ നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത്. ഓക്കെ, അപ്പം അത് റെഡിയാക്കാം. ഇത് നോക്കൂ, നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കണ കുറുക്ക് പോലെ ആയില്ലേ. ഇനി നമുക്കിതിൽ സിമ്മാക്കിയിട്ട് അരിച്ചിട്ട് ശർക്കര ചേർക്കാം. നന്നായിട്ട് മിക്സായി ഗോതമ്പ് പ്രഥമൻ പോലെ തോന്നിക്കണ കണ്ടു. വെരി ഹെൽത്തി ഇറ്റ് ഈസ്. എന്താടാ കോഫി ഷോപ്പിലേക്ക് പോയില്ലേ, അതിന്റെ മോഡൽ പോലെ ഉണ്ട്. അപ്പോൾ ഇതാ ശർക്കര ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ആവാനുണ്ട്.
എന്താ വന്നത് ആമസോണിന്? അതിന്റെ ഹസ്ക് ഹസ്കോ. Don't carry the card like that. ഹസ്ക്, ഹീലിയം ഹസ്ക്. ഇത് സൂപ്പറാണ്. നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ ഫൈബറിനെ ടേക്ക് കെയർ ചെയ്യും. ഇത് നമ്മൾ നമ്മുടെ ഡയറ്റിങ്ങിൻ്റെ സോഴ്സിൽ ആഡ് ചെയ്താൽ, അതായത് ഏതൊരു സംഭവം കഴിക്കണമെങ്കിലും ഒരു സ്പൂൺ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. ഇത് വന്നു കഴിഞ്ഞു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെയൊക്കെ റെസിപ്പി. ഇനി നമ്മളുടെ പായസം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പം ഇതിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നമ്മുടെ തേങ്ങ കൊത്ത് വറുത്തിട്ടുണ്ട്, അതിനെ ഇതിലേക്ക് ഇടുക. ഇനി എന്നിട്ട് ബാക്കിയുള്ളതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. വണ്ടർഫുൾ പായസം ഇസ് റെഡി. Wheat പായസം പൊട്ടിക്കില്ല. യെസ്, ഇനി ഇവിടെ ഒഴിക്കട്ടെ, കൊണ്ടുവയ്ക്കാം. ഇതായി. ഇനി നമുക്ക് പാലക് സ്പിനാച്ച് സോട്ടേ നോക്കാം. ഇതായിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് ഇനി സ്പിനാച്ച് സോട്ടേ ചീര ഉണ്ടാക്കാം. അതിന് വെളിച്ചെണ്ണ, കടുക്, കടലപ്പരിപ്പ് ഇതൊന്ന് നന്നായി പൊട്ടുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി, കടലപ്പരിപ്പൊന്നായാൽ ഇതിട്ടിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്യുന്നു. നമ്മുടെ പാലക്ക് ചീര, പാലക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് ചീരയാണോ കിട്ടണത് അതിട്ടോളൂ. ഡ്രൈ തേങ്ങയാണ് ഇട്ട് കൊടുക്കണം. നിങ്ങൾ ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുത്തോളൂ. എനിക്കിവിടെ കിട്ടാനില്ല എന്ന്, അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചൂടുണ്ട്. താങ്ക് യു. നമ്മുടെ ചീര സോട്ടേ റെഡിയായി. മോനെ ടിക്ക് ചെയ്ത്. ഓക്കെ, ഇനി നമുക്ക് പ്രോട്ടീൻ സാലഡ് ഉണ്ടാക്കാം. അതിന് എടുത്തിരിക്കുന്നത് വേവിച്ച, ഞാൻ നിലക്കടല നേരത്തെ കുതിർത്തിട്ടുമല്ലോ, ആ നിലക്കടല കുതിർത്തിട്ടതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതും ഒരു എന്താ പറയുക, ഒന്നിങ്ങനെ ഇതായിട്ടുള്ള പോലെ വേവിച്ചെടുത്തിട്ടുള്ളൂ. അതല്ലാണ്ട് ഇങ്ങനെ മഷി പോലെ ആവരുത്. അതേമാതിരി തന്നെ ചെറുപയർ കടിച്ചാൽ പൊട്ടണം, പക്ഷെ അത്രയ്ക്കേ ഉള്ളൂ, ചവച്ച് കഴിക്കണ പോലെ. തക്കാളി, കുക്കുംബർ, ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് ഇതുപോലെ പൊടി പൊടിയായിട്ട് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാം. ഡ്രസ്സിങ് ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് കുരുമുളക്, ഉപ്പ്, നാരങ്ങ നീര്. ഇതിലേക്ക് കുരുമുളകും ഉപ്പും കൂടിയിട്ടുള്ള കോമ്പിനേഷനാണ്. നിങ്ങൾ അല്ലാണ്ട് ഇട്ടോളൂ, സാരമില്ല. നാരങ്ങ നീര് ഇതൊരെണ്ണം ഇങ്ങനെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ്. റിയൽ ലൈം എന്നാണ് പേര്. ഇനി ഒരു സംഭവം ഉള്ളത്, കുറച്ച് ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇനി ഇതാ ഒരു 2 പൊട്ട് ശർക്കര ഇങ്ങനത്തെ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ കുത്തി പൊട്ടിച്ചിട്ടോ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൽ കൂടി ഇടാം.
ചിന്നുമാ എണീറ്റോടി ഷാമുട്ടി. നമ്മൾ ഈ ഒരു ആയുർവേദിക് പ്രിപ്പറേഷനിൽ സത്വിക് ഭോജൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇത് ചെയ്യുന്നില്ല. എന്താണ്? ഉള്ളിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്ലെയിൻ സാലഡായിട്ട് വല്ലപ്പോഴും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ ഉള്ളി ഇട്ടിട്ട് ഉണ്ടാക്കിക്കോളൂ. ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്. ആ ലേശം ശർക്കരയും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ പ്രോട്ടീൻ സാലഡ് റെഡിയായി. ഇനി മട്ട, നമ്മുടെ അടാട്ട് മട്ട വെക്കട്ടെ. 15 മിനിറ്റ് എടുക്കും. കാണിച്ചു തരാം പ്രൊസീജിയർ. ഉള്ളത് ഇനി അടാട്ടുമട്ട അരിയും പിന്നെ കരുവേപ്പില മോരും പിന്നെന്താണ് ചപ്പാത്തിയും. അടാട്ടുമട്ട അരി ഇപ്പോൾ വെക്കാം. കരുവേപ്പില മോര് ഇത് കഴിഞ്ഞ ഉടനെ ചെയ്യുന്നേ. പിന്നെ മട്ട അരി വെന്ത് കഴിഞ്ഞാൽ ഉള്ള കഞ്ഞിവെള്ളം ഉപ്പിലിട്ടത് കിട്ടും. ഓക്കെ ഫൈൻ. ബാക്കിയൊക്കെ ആയി കഴിഞ്ഞു. പ്രോട്ടീൻ സാലഡും ആയി കഴിഞ്ഞു. ബീട്രൂട്ട് ചപ്പാത്തി ഇനി ആവാനുണ്ട്. ഫൈൻ. അപ്പോൾ അടാട്ടുമട്ട വേവിക്കാൻ ഇതിൽ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അരിയെ. ഇത് കണ്ടോ, റെഡ് റൈസ് എന്ന് പറയുന്ന സംഭവമാണ്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇടുക. ഇതിന് വെള്ളത്തിൻ്റെ കണക്ക് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ്. എന്നാലും കുറച്ചും കൂടി ജാസ്തി വെച്ചാലും തെറ്റ് വരില്ല. പിന്നെ വിസിലിൻ്റെ കണക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ വിസിൽ വെച്ചോളൂ. 5ഓ 6ഓ 7ഓ വെച്ചാലും തെറ്റ് വരില്ല. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഇട്ടിട്ട് കുക്കർ അടച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് ആവി വന്നതിന് ശേഷം വിസിലിട്ടതിന് ശേഷം ചെറിയ സിമ്മിൽ 15-20 മിനിറ്റ് വെക്കും. അതാണ് എൻ്റെ കണക്ക്. അപ്പോഴും വെള്ളം ഉണ്ടാവും കുടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് മുഴുവനിട്ട് അടച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ ബീട്രൂട്ട് ചപ്പാത്തിയാണ്. കെയർഫുള്ളായിട്ട് പരത്തു. ബിക്കോസ് ഇതിങ്ങനെ ബീട്രൂട്ട് ചീവിയതൊക്കെ ഉള്ളതല്ലേ. പക്ഷെ എന്നാലും കിട്ടും കേട്ടോളൂ. ബീട്രൂട്ട് ചപ്പാത്തി റെഡിയായി. ഇതുപോലെ ഈ ബാക്കിയുള്ള കംപ്ലീറ്റ് മാവും ആക്കിയിട്ട് എടുക്കട്ടെ. ഇനി നമുക്ക് കറിവേപ്പില മോരുണ്ടാക്കാം. അതിന് കുറച്ച് തൈര്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെള്ളം. ഇനി അങ്ങോട്ട് അടിക്കുക. ഇതിലേക്ക് ഇത്തിരി ഉപ്പും ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മോരായി, എല്ലാം ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മട്ട തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിയുടെ വെള്ളത്തിൽ ഉപ്പിടാം. ഇപ്പം മട്ട തുറക്കാം. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും അരി. ഓക്കെ, ഇനി നമുക്ക് കഞ്ഞിയുടെ വെള്ളം ഊറ്റിയെടുക്കാം. എന്താ മണം തവിടിൻ്റെ. ഇതാണ് അടാട്ടുമട്ട ചോറ്. ഇനി നമുക്ക് ഇതിൽ ഉപ്പിടണം. ഇത് കുടിച്ചാൽ പിന്നെ ഇതെന്താ ആരോഗ്യം എന്നറിയോ നിനക്ക്? കഞ്ഞിയുടെ വെള്ളം, അതും മട്ടയരിയുടെ തവിട് നീക്കാത്ത മട്ടയുടെയൊക്കെ വെള്ളം കുടിച്ചാൽ നിൻ്റെയൊക്കെ ബാക്കി ഏത് ഡ്രിങ്കും മാറി നിൽക്കണം.
കുറച്ചും കൂടി ഉപ്പ് വേണം. എന്താ അതാ അതിന്റെ വെള്ളം കുടിക്കുന്നു. ആണോടാ? കഞ്ഞിട വെള്ളത്തിലേ നെയ്യ് ഉപ്പിട്ട് കുടിച്ചാലുണ്ടല്ലോ ഇത് പര ആരോഗ്യം വേറെ ഒന്നുമില്ല മകനെ. നോക്കട്ടെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറെ സ്പൂണിൽ തരാം. സത്യമായിട്ടും അമ്മ പറയണത്. ശരിയാട്ടോ, സൂപ്പർ ഉണ്ട്. നന്നായിട്ടില്ലേ? സിംപ്ലി ഓസം. ആ ഒരു കയപ്പും തവിടിൻ്റെ മണവും. ഓക്കെ, വി ആർ റെഡി ടു ഗോ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഇവിടെ ഞാൻ ടോട്ടലി ആയുർവേദിക് രീതിയിൽ തന്നെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം തന്നെ. ഇനി ദാ നമ്മുടെ ബീട്രൂട്ട് ചപ്പാത്തിയായി, പ്രോട്ടീൻ സാലഡായി, ഗോതമ്പ് പൊടി പായസം, അപ്പുറത്ത് മോര് കാച്ചിയത്, ഇത് നമ്മുടെ എന്താണ് പറയുക ഉരുളക്കിഴങ്ങ് ഉപ്പേരി, ഇവിടെ പാലക്ക് സോട്ടേ ചെയ്തത്, പിന്നെ ദാടാട്ടുമട്ടട അരി, കഞ്ഞിയുടെ വെള്ളം, മോര്, എവറിത്തിങ് സെറ്റ്. ഇനി സെർവ് ചെയ്യാം. ആദ്യം മോര്. ഓ സോ പ്രിറ്റി. ഇത് ഞാൻ മഹാരാജ ഭോഗ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവർ കുൽഫി സെർവ് ചെയ്തത് ഇതിലായിരുന്നു. അപ്പം ഞാൻ 4 പേർക്ക് കിട്ടിയത് 4 പേർക്കുള്ളത് സൂക്ഷിച്ച് വെച്ചിട്ട് എടുത്തിട്ട് വന്നതാണ്. ഇനി കഞ്ഞിയുടെ വെള്ളം. ആള് വന്നു. ഇനി ഇതിൽ പായസം. കാച്ചിയ മോര്. ഓം ശാന്തി. എനിക്കിന്ന് വെള്ളം കിണ്ടിയിൽ മതി. അതെ, ഞാൻ പോയി മരയൂരി എടുത്തിട്ട് വരണം. മരയൂരിയോ എന്താ പറയുക? അതെ, ഏട്ടയ്ക്ക് ഇങ്ങനെയൊക്കെ തരുന്നതിന്റെ ഗുണം മനസ്സിലാവാണ്ടാണ്. ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുമ്പോഴേ. അല്ലതിപ്പോ പക്ഷെ ലോക്ക്ഡൌണിലൊക്കെ ഇതിലൊക്കെ ഉണ്ടാക്കിയത്. അല്ല ഞാൻ ആലോചിക്കും, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ബോഡിക്ക് കണ്ണി കണ്ടത് കഴിക്കണതിനെക്കാട്ടിലും നല്ലതല്ലേ കണ്ണേട്ട? അല്ല നീ ഇതിപ്പോ എന്തിലേക്ക് വെള്ളം വിടും? ഞാൻ വിളമ്പണതോ? അതോ, അത് ഞാൻ നമ്മുടെ മഹാരാജ ഭോഗിന്ന് കിട്ടിയത്. ബീട്രൂട്ട് ചപ്പാത്തി. ഇന്ന് മുതൽ ഞാൻ രാജീവ് സ്വാമികൾ എന്നറിയപ്പെടും. രാജീവാനന്ദ സ്വാമികൾ. എനിക്ക് വയ്യ. ഉണ്ടാലും നാഥാ പ്രഭു മുനികുമാര, ചോറ് വിളമ്പിയിരിക്കണു. ഒരു ആർഭാടത്തിന് ഒരു ചപ്പാത്തിയും കൂടി വെക്കണം. വേണ്ട ആക്രാന്താണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഒരു ആയുർവേദിക് രീതിയിലുള്ള ഒരു താലിയാണ് നിങ്ങൾ കാണുന്നത്. വീണ്ടും എല്ലാ സംഭവങ്ങളും ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. വളരെ ഉള്ളിയും ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. സോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിക്കണം. ഇനി നമ്മുടെ രാജീവ് സ്വാമികൾ ഇത് സേവിക്കുന്നതായിരിക്കും. സ്വാമി നാഥ കഴിക്കൂ. അല്ലേ, എനിക്കൊരു ഇത് വേണം. കമണ്ടല്ലോ ഇവിടെ കുത്തി കിണ്ടിയിൽ കുറച്ച് വെള്ളം. വിശ്വാമിത്ര സ്വാമികളെ കഴിക്കൂ. ഇതിനൊക്കെ ഭാഗ്യമാണ്, ഭാഗ്യം. ഇതിലിപ്പോ ഏതിനാണ് ഇപ്പൊ നല്ല ഭാഗ്യം വേണ്ടത്? എല്ലാത്തിനും. അതെയോ? ഉള്ളിയൊന്നും ഇല്ലാണ്ട് സാത്വിക് ഭോജൻ.
ആയുർവേദം നീ എന്നെ ഒരു സന്യാസിയാക്കും. സന്യാസി ആക്കിയിട്ടല്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെ കഴിക്കണം. ഇതെന്താ വെച്ചാൽ ഇപ്പൊ ഞാനിങ്ങനെ വിളമ്പിയതുകൊണ്ട് കണ്ണേട്ടൻ ഇങ്ങനെ കാണുന്നത്. പക്ഷെ സൗത്ത് ആഫ്രിക്കയിൽ പോയാലും എനിക്ക് ഇതുപോലെ കിട്ടണം ആഴ്ചയിലൊരിക്കൽ. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കുന്നത് കണ്ണേട്ടൻ അറിയുന്നില്ല പ്ലേറ്റിൽ വെക്കുമ്പോ. അല്ല ഇതെന്ത് പച്ച കളറല്ലേ, ചുവന്ന കളറിലെ ചപ്പാത്തി? ബീട്രൂട്ട് കഴിക്കൂ എല്ലാം എടുത്തിട്ട് വെക്കൂ. ആദ്യം കരുവേപ്പില മോരുന്ന്, ഇല്ലെങ്കിൽ കരിവേപ്പില എടുത്ത് കഴിക്കാൻ ഞാൻ രസകൃഷ്ണനോ? അല്ല, കരുവേപ്പില മോര് കുടിച്ചോ. ഇത് ഇങ്ങനെ കുടിക്കാ? കടിക്കോ? ഇല്ല. ഓ, എനിക്ക് പിന്നെ ഈ സംഭവം വെറുതെ ചോറിൽ ഇത് വെച്ച് കഴിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. ഓരോന്ന് വേഗം വേഗം ടേസ്റ്റ് ചെയ്യും. വേഗം ടേസ്റ്റ് ചെയ്യണം. അത് കഞ്ഞിവെള്ളം കൈ കൊണ്ടെടുക്കട്ടെ. ഓ, ഇത് ഞാൻ നേരത്തെ ഏതാ ടേസ്റ്റ് ചെയ്തത്? ചീരയാണത്. മനോ, എനിക്കിഷ്ടം. ഇത് പിന്നെ നിന്റെ ട്രേഡ് മാർക്ക്, എനിക്ക് അറിയാം. ഇതൊരു പുതുമയുണ്ടല്ലോ. പ്രോട്ടീൻ സാലഡ്. ഞാൻ നേരത്തെ ട്രൈ ചെയ്ത ഒരു കടലയില്ലേ? നിലക്കടല, ചെറുപയർ, കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട്, പച്ചക്ക്, തക്കാളി, ഉള്ളിയില്ല, എനിക്ക് ഇവിടെ മസിൽ കയറ്റ പോലെ തോന്നുന്നു. ശർക്കര. ഇതിൽ ഒഴിക്കണ്ടേ? അയ്യോ, ഞാൻ പ്ലേറ്റ് തരാം. പ്ലേറ്റ് കൊടുക്ക അച്ചക്ക്. അത് ശരിയാണല്ലോ, പ്ലേറ്റ് കൊടുക്കും. അന്ന് എനിക്കൊരു പ്ലേറ്റിലാക്കി തന്നിട്ട് കഴിച്ചാൽ മതി. അല്ല, അത് സാരല്ല, കണ്ടിട്ട് കുടിക്കൂ. കാച്ചിയ മോരാണ്. പ്ലേറ്റ് അപ്പുറത്തുണ്ട്. ഇത് എന്താ ഒരു ടേസ്റ്റ് ആണ് അല്ലേ? ഇവിടെ ഞാൻ പുറത്തിറങ്ങുമ്പോ ഞാനൊരു വെജിറ്റേറിയനായി മാറും. ഇത് മറ്റേ പായസം ടേസ്റ്റ് ചെയ്തില്ല? അല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്യും. ഗോതമ്പ് പൊടിയാണ്. മറ്റേ ഗോതമ്പ് പൊടിയാണെന്ന് അറിയണേ ഇല്ല സത്യം. ഇത് ഇടട്ടെ? ആയിക്കോട്ടെ. കണ്ടിട്ട് ഒരു വിഷമം പോലെ ഇത് ഇട്ടോട്ടെ. ഞാനൊരു സസ്യാഹാരിയായി മാറുമോ? 2 ചപ്പാത്തി എടുക്കൊണ്ട് കുഴപ്പമില്ല മുനികൾക്ക്? ഇല്ല, മുനികൾ ഇഷ്ടം പോലെ കഴിച്ചു. ഇതിന്റെ കൂടെ അതെ, വേണമെങ്കിൽ മുനികൾക്ക് ഇനിയും തരാം. അവിടെ ഉണ്ട് വേറൊരു ചട്ടി നിറയെ കാച്ചിയ മോരെ. കാച്ചിയ മോരെ എനിക്ക് എത്ര തന്നാലും ഞാൻ കുടിക്കും. ചീര ഉപ്പേരി. ഓ, ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമായി. ഈ മോര് ആണോ? ഈ നീ ഇപ്പൊ ഈ ഒരു അടാറ് മട്ടയോ ഒമാർ ലുലുവിന്റെ മൂവി പോലെ അടാട്ട് മട്ട. എന്താണ് പറയാനുള്ളത്? പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു കാര്യം പറഞ്ഞു വന്നുകൊണ്ട് ഞാൻ പറയാണ്. അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഒരു താലി രീതിയിൽ നീ പ്രസന്റ് ചെയ്യുന്നില്ലേ, സംഗതികൾ സൂപ്പർ ആവുന്നുണ്ട്. ഒന്ന്, ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാക്കണം. 2, കോമ്പിനേഷൻ. കാരണം എല്ലാവരും ഓരോ ഡിഷ് ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ചെയ്യില്ലേ, അതാണ് എനിക്ക് വളരെ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം. ആ കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാക്കും. ഇപ്പോൾ ഈ മോരിപ്പോൾ ഇതിൽ വലിയ സംഭവമൊന്നുമല്ല, ബട്ട് ഹൗ ടു പ്രസന്റ് എല്ലാം ചേർന്നിട്ട് എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഇനി മുതൽ കോമ്പിനേഷൻസ് മാത്രം മതി. കോംബോ മീൽസ് തമാശ പറഞ്ഞാണ്, ബട്ട് റിയലി ഗുഡ്, അടിപൊളി. താങ്ക് യു. കഴിച്ചോളൂ. അപ്പോൾ അടുത്ത മുനികുമാരൻ റെഡി ആയിരിക്കുന്നു. കഴിക്കാം. കുട്ടിമുനി. ഉണ്ടമുനി അവിടെ ചെറുത്. ഉണ്ടമുനി അവിടെ ഉണ്ട്. ഇതാ ഉണ്ടമുനി. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള വീണ്ടും നല്ല താലി നല്ല മീൽസുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഇതാ മുനികുമാര അനുഗ്രഹിച്ചിരിക്കുന്നു. Vinny's Kitchen.